നിർഭാഗ്യമെന്നുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. പ്രതീക്ഷകൾ വാനോളം. നല്ലൊരു ടീമിനെ വാർത്തെടുത്ത് കാണികളെ പിടിച്ചിരുത്തി ആദ്യ പാദത്തിൽ കസറി, രണ്ടാം പാദത്തിൽ പക്ഷേ പരിക്കുന്ന വില്ലൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. മഞ്ഞപ്പടയുടെ ഇനിയുള്ള മത്സരങ്ങൾ ഒരു ചോദ്യചിഹ്നമാണ്. ടീം മാനേജ്മെന്റ് ഉശിരൻ കളിക്കാരെ കൊണ്ടുവരും. അവരൊന്ന് ക്ലച്ച് പിടിച്ചു വരുമ്പോഴേക്കും സീസൺ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ. ലീഗിന്റെ ആദ്യഘട്ടത്തിൽ എയ്ബനിൽ തുടങ്ങി പരുക്കിന്റെ വിളയാട്ടം. ടീമിന്റെ നെടുന്തൂണായ അഡ്രിയാൻ ലൂണയുടെ അഭാവം കടുത്ത പ്രഹരമായി. ലൂണയില്ലെങ്കിലും ടീമിനെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായ താരങ്ങളുണ്ട്. എന്നാൽ അവരും പരുക്കിലായി, ഏറെക്കുറെ പുറത്തായ അവസ്ഥ. ലൂണ, എയ്ബൻ, ക്വാമി പെപ്ര, സൊത്തീരിയോ തുടങ്ങിയ താരങ്ങൾക്ക് ഇതിനോടകം സീസൺ നഷ്ടമായി. ഒരു മത്സരം പോലും കളിക്കുന്നതിന് മുന്നെയാണ് ജോഷുവ സൊത്തീരിയോയുടെ മടക്കം. ഒടുവിൽ സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡാമൻഡക്കോസും ഡിഫൻഡർ മാർക്കോ ലെസ്കോവിച്ചും പരുക്കിന്റെ പിടിയിലായി. ഡാമൻഡക്കോസ് അടുത്ത മത്സരത്തിൽ തിരിച്ചെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോഴും ലെസ്കോയുടെ കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു. ചെന്നൈയിൻ എഫ്സിക്കെതിരായ മത്സരത്തിൽ തോളിനേറ്റ് പരിക്ക് മൂലം ഗോൾ കീപ്പർ സച്ചിൻ സുരേഷും പുറത്തായി. ഗോൾ ബാറിന് കീഴിൽ മഞ്ഞപ്പടയുടെ വിശ്വസ്തനായിരുന്നു സച്ചിൻ. ഗോൾ വിലക്കാക്കാൻ ഇനി കരൺജിത്ത് വരും. വിപിൻ, ജിക്സൺ, ഫ്രെഡി എന്നിവർ പരിക്കിൽ നിന്ന് മുക്തരാകുന്നതേയുള്ളൂ. ബ്ലാസ്റ്റേഴ്സിന് കടമ്പകൾ ഏറെയുണ്ട്. പ്ലേ ഓഫിലേക്കുള്ള ദൂരം ഇനിയുള്ള 7 മത്സരങ്ങളാണ്. കോച്ച് ഇവാൻ വുക്കമനോവിച്ചിന് പണി പിടിപ്പതുണ്ട്. നിലവിൽ പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്താണ് മഞ്ഞപ്പട. എങ്കിലും തിരിച്ചു വന്നേക്കും. പിടിച്ചു കയറാൻ മഞ്ഞപ്പടയ്ക്ക് സപ്പോർട്ട് വേണം. മികച്ച പ്രകടനത്തിൽ കുറഞ്ഞതൊന്നും ആരാധകരും പ്രതീക്ഷിക്കുന്നില്ല. ടീമിന് അതിന് കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.